നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്കകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഞാൻ കാണിച്ചുതരാം. നമ്മളൊക്കെ സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന സമയത്ത് ഗൂഗിൾ പേയിൽ കടകളിൽ പോയി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഹോട്ടലുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ഫെയിൽഡ് ആകുന്നൊരു പ്രശ്നം വരാറുണ്ട്. കയ്യിലാണെങ്കിൽ ക്യാഷ് ഉണ്ടാകില്ല. ഗൂഗിൾ പേ ചില സമയങ്ങളിലൊക്കെ നമുക്ക് സെർവർ ഡൗൺ ആണെന്ന് കാണിക്കും. ഇങ്ങനെ സെർവർ ഡൗൺ ആണെന്നോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫെയിൽഡ് ആകുന്ന പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാകുന്നത് ആ സമയത്ത് പേയ്മെൻറ്റ് ഫെയിൽഡ് ആകുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ പേക്കകത്ത് ചെറിയൊരു ഫീച്ചർ ഗൂഗിൾ പേ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ പേയ്മെൻറ്റ് ഫെയിൽഡ് ആകുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സെർവർ ഡൗൺ ആകുന്നതോ ഒക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ചെറിയൊരു സെറ്റിങ്സ് ആണ്, ചെയ്തു നോക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. ഈ ഒരു ഫീച്ചർ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അധികം ആളുകൾ ഇപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നില്ല. നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒട്ടനേകം ഫീച്ചറുകളുള്ള കുറേ UPI ആപ്പുകളുണ്ട്. വളരെ സെക്യൂറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന UPI ആപ്പുകളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനൊക്കെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് കുറേ കാലങ്ങളായി. ഗൂഗിൾ പേക്കകത്ത് നമുക്ക് ₹1 പോലും ക്യാഷ് ബാക്ക് കിട്ടില്ല. മാത്രമല്ല, നമ്മൾ മൊബൈൽ റീചാർജൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഫീസ് കൊടുക്കുകയും വേണം. എന്നാൽ UPI ആപ്പ് നല്ല സെക്യൂറായിട്ട് മികച്ച UPI ആപ്പുകളുണ്ട്. അത് വെച്ച് നമുക്ക് ഓരോ പേയ്മെൻറ്റിനും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. മാത്രമല്ല, മൊബൈൽ റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് എക്സ്ട്രാ ഫീസ് ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും UPI ആപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വെക്കുന്നുണ്ട്. 2 UPI ആപ്പിൻ്റെ ലിങ്ക് ഞാൻ വെക്കാം. നിങ്ങൾ രണ്ടും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കൂടുതൽ കിട്ടുന്നത് നോക്കുക. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് ഗൂഗിൾ പേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് കിട്ടും. മൊബൈൽ റീചാർജ് ചെയ്യാൻ, വൈദ്യുതി ബില്ലടക്കാൻ, വാട്ടർ ബില്ലടക്കാൻ തുടങ്ങിയിട്ട് എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അതിനൊക്കെ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. നല്ലൊരു ക്യാഷ് ബാക്ക് ഒരു മാസം നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ക്യാഷ് ബാക്കൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വെക്കുന്നുണ്ട്. ജസ്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, ലോഗിൻ ചെയ്യുക, ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് യൂസ് ചെയ്യുക. സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് എന്താണ് ഗൂഗിൾ പേക്കകത്ത് നമുക്ക് ഗൂഗിൾ പേയിൽ നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ ആകുന്നത് അല്ലെങ്കിൽ സെർവർ ഡൗണൊക്കെ ആയി മാറുന്ന സമയത്ത് നമുക്ക് എന്ത് പരിഹാരമാണ് ഗൂഗിൾ പേക്കകത്തുള്ളതെന്നാണ് നോക്കുന്നത്. ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, UPI ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇനി ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും കാണാൻ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ UPI ലൈറ്റ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മാക്സിമം നമുക്ക് 5000 രൂപ വരെ ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കുക, ആഡ് മണി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് വേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1000 അല്ലെങ്കിൽ 2000 ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പണം വളരെ ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ സെർവർ ഡൗൺ ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത്, അതായത് നമുക്ക് ഇൻ്റർനെറ്റ് നല്ല ഹൈ ക്വാളിറ്റി ഇൻ്റർനെറ്റ് ആവശ്യമില്ല, ചെറിയ നെറ്റ്വർക്കിൻ്റെ സെർവർ ഉണ്ടായാൽ മതി. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് 1000 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ 100 രൂപയോ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടി 100 രൂപ ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ കടകളിൽ പോയി സ്കാൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സുഹൃത്തിന് മൊബൈൽ നമ്പറിലൂടെയൊക്കെ പണം അയച്ചു കൊടുക്കുന്ന സമയത്ത് 2 ഓപ്ഷൻ ചോദിക്കും. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകണോ അതോ അതുപോലെ തന്നെ ഇതുപോലെ UPI ലൈറ്റ് എന്നാണ് ഇതിനകത്ത് പറയാം. UPI ലൈറ്റിൽ നിന്ന് പോകണമെന്ന്. അപ്പോൾ UPI ലൈറ്റിൽ നിങ്ങൾ പണം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ UPI ലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിക്കും. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡൗൺ ആകുന്ന സമയത്ത്, സെർവർ ഡൗൺ ആകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ UPI ലൈറ്റ് എന്ന ഈ ഫീച്ചറിലേക്ക് നിങ്ങൾ പണം നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സാധാരണ ചെറിയ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തരത്തിൽ പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള UPI ലൈറ്റ് എന്നുള്ള ഫീച്ചർ. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. നേരത്തെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ 300 രൂപ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല മികച്ചൊരു ഫീച്ചറാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.